മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ ആർട്ടമിസ് 2 ദൗത്യം മാറ്റിവെച്ചു. വാതക ചോർച്ച കണ്ടെത്തിയതോടെയാണ് തീരുമാനം. ഫെബ്രുവരി 8-ന് തീരുമാനിച്ചിരുന്ന വിക്ഷേപണം മാർച്ചിലേക്കാണ് മാറ്റിയത്. വൈറ്റ് ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന ഇന്ധന പരീക്ഷണത്തിലാണ് വാതക ചോർച്ച കണ്ടെത്തിയത്. മാർച്ച് 6-നും 9-നും ഇടയിലുള്ള തീയതിയാണ് വിക്ഷേപണ സാധ്യതയായി കണക്കാക്കുന്നത്. ഇതോടെ 4 സഞ്ചാരികളുടെ ക്വാറന്റൈൻ തൽക്കാലം നിർത്തിവെക്കും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്രൂവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി ഒരു വനിത ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്ന ദൗത്യം കൂടിയാണ് ഇത്. നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആർട്ടിമസ് പ്രോഗ്രാമിലെ ആദ്യ മനുഷ്യ സഞ്ചാര ദൗത്യം. ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പരീക്ഷണ പറക്കൽ. ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും മനുഷ്യനെ സ്ഥിരമായി എത്തിക്കാനുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ നിർണായകമായ ചുവടുവയ്പ്പാണ് ആർട്ടിമസ് 2. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂളിലാണ് യാത്രികർ സഞ്ചരിക്കുക. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.